Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rahmatil alamin wa ala alihi wa sahbihi ajma'in. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ സുന്നി യുവജന സംഘത്തിൻ്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്വതന്ത്ര ഭാരതം മരിക്കരുത്, മരീചികയാകരുത് എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി SYS ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന രാഷ്ട്രരക്ഷാ സംഗമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് കോഴിക്കോട് ജില്ലാ SYSൻ്റെയും അതുപോലെ തന്നെ പരിസരത്തുള്ള 2-3 മേഖല SKSSFൻ്റെയും പ്രവർത്തകർ സംയുക്തമായിക്കൊണ്ട് ഈ സമയത്ത് ഇവിടെ രാഷ്ട്രരക്ഷാ സംഗമം ഫ്രീഡം സ്ക്വയറിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കുകയാണ്. സമയബന്ധിതമായി തന്നെ നമ്മുടെ പരിപാടി മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവേശോജ്വലമായ ഈ ദിവസം, ഈ മനോഹരമായ സായാഹ്നത്തിൽ കാപ്പാട്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അധിനിവേശത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് നടന്നിട്ടുള്ള കാപ്പാട്ട്, അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെയാവട്ടെ നമ്മുടെ ഇതം പ്രഥമമായി നടക്കുന്ന ഒന്നാമത്തെ പരിപാടി എന്നതുകൊണ്ടാണ് കാട്ടിലപ്പീടികയിൽ MSS സ്കൂൾ ഗ്രൗണ്ടിൽ ഈ സമയത്ത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രമോ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാശാൻ പാടിയപ്പോൾ പറമ്പത്തും വയലത്തുമെല്ലാം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന സഹോദര സഹോദരിമാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് തന്നേ മതിയാകൂ എന്ന് ബാലഗംഗാധര തിലകൻ ആർജവത്തോടെ സംസാരിക്കുമ്പോൾ സ്വതന്ത്ര സമരം ശക്തിപ്പെടുകയായിരുന്നു. ബാലഗംഗാധര തിലകൻ ചരിത്രത്തിൽ തീവ്രവാദി എന്നറിയപ്പെടുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദി എന്നറിയപ്പെടുന്നു. രണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. തീവ്രമായിട്ട് വാദിച്ചു ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ മിതമായിട്ട് വാദിച്ചു. അങ്ങനെ ഒരുപാട് മഹാനതന്മാർ ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരം ശബ്ദിച്ചു. ഈ സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ INA-യുടെ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. INA ഉണ്ടാക്കി, ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരങ്ങൾ അണിനിരത്തിക്കൊണ്ട് പടനയിച്ച സുഭാഷ് ചന്ദ്രബോസ് വാഗൺ ട്രാജഡി ഓർക്കാതെ ഈ രാജ്യം ഒരിക്കലും സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ കഴിയില്ല. ജാലിയൻ വാലാബാഗ് ഓർക്കാതെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയില്ല. ലാലാ ലജ്പത് റായിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ജാലിയൻ വാലാബാഗിലേക്ക് കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് നടന്നുപോയ അമ്മമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരെയും ജാലിയൻ വാലാബാഗിന്റെ കവാടങ്ങളിലേക്ക്, ഗ്രൗണ്ടില് കടത്തിവിട്ടതിനു ശേഷം സകല കവാടങ്ങളും കൊട്ടിയടച്ചുകൊണ്ട് ക്രൂരനായ ജനറൽ ഡയർ ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ
വെടിയുതിർത്തുകൊണ്ട് കൊന്ന് നെഞ്ഞത്തേക്ക് വെടിയേറ്റപ്പോൾ ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചു പറഞ്ഞ സിഖ് സഹോദരിമാർ, അവരെ ഓർക്കാതെ ഈ രാജ്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ സായാഹ്നത്തെയും പ്രഭാതത്തെയും ആനന്ദം കൊള്ളുക, ആനന്ദിക്കുക, അതല്ലെങ്കിൽ അതിനെ അനുഭവിക്കുക? വാഗൺ ട്രാജഡിയും അതേപോലെ തന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വാഗൺ ട്രാജഡി. 100 മാപ്പിളമാരെയും 4 തെയ്യന്മാരെയും തിരൂരിൽ നിന്ന് പോത്തന്നൂരിലേക്ക് ഒരു ട്രെയിനിൽ കൊണ്ടുപോവുകയാണ്. ചരക്ക് ബോഗിയിൽ അതിന്റെ കവാടം കൊട്ടിയടച്ചിരിക്കുകയാണ്. സൂചിയുടെ സുഷിരം പോലുമില്ല, ശ്വാസം മുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്. അവിടേക്ക് എത്തുമ്പോൾ പമ്മി മലം വിസർജിച്ച്, മൂത്രം കുടിച്ച്, രക്തം കുടിച്ച് തളർന്ന് വീണുപോയ മനുഷ്യന്മാർ. ബോഗി തുറന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പോലും സങ്കടപ്പെട്ടുപോയി, പ്രയാസപ്പെട്ടുപോയി. ഇങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യന്മാർ ജീവൻ കൊടുത്തുകൊണ്ട്, രക്തം കൊടുത്തുകൊണ്ട് നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പള്ളികളിൽ ഖതീബുമാർ ഒരു ഗ്രന്ഥം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ സ്വാതന്ത്ര്യ സമര തിച്ചൂളയിലേക്ക് ഇളക്കിവിട്ടു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് സൈഫുൽ ബത്താർ. ആ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ മമ്പറം തങ്ങളുടെ നേതൃത്വത്തിലാണ്. ഉമർ ഖാലി എന്ന് പറയുന്ന ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനി നീയു സാഹിബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നികുതി തരാൻ മനസ്സില്ലടാ എന്ന് ധീരമായി ശബ്ദിച്ച ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു ഉമർ ഖാലിയെ ജയിലിലിടിച്ചപ്പോൾ മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടു, സൈഫുൽ ബത്താർ. അത് എല്ലാ പള്ളികളിലേക്കും കൊടുത്തയച്ചു. അത് വായിച്ചുകൊണ്ട് ഖതീബുമാർ പറഞ്ഞു, ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, സ്വരാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയും രാജ്യത്തെ വിഭവങ്ങൾ കട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്ന വൈദേശിക ശക്തികൾക്കെതിരെ പിടഞ്ഞു മരിക്കുക, പൊരുതി മരിക്കുക, ഷഹീദാവുക, അത് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശമാണെന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് മുസൽമാന്മാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയുണ്ടായി. മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു തആല ജയിലിൽ നിന്നുകൊണ്ട് തന്റെ നേതാവായ മമ്പറം തങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ വിസ്മയമായി തോന്നുന്ന ഒരു പോരാളിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കുഞ്ഞുമരക്കാർ ഷഹീദ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി, പുത്തനുടയാടകളണിഞ്ഞു, പുതിയാപ്പിളയായി നിക്കാഹിന് വേണ്ടി പോകുമ്പോഴാണ് ഒരു വയോധികൻ വന്ന് പറഞ്ഞത്, പറങ്കിപ്പട്ടാളം കപ്പലിൽ കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്, അതിൽ നമ്മുടെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടപാടെ ചെറുപ്പക്കാരനായ കുഞ്ഞുമരക്കാർ അങ്ങോട്ട് ഓടിപ്പോടുകയും പലരും തടഞ്ഞു നോക്കി, നിങ്ങൾ പോകരുത്, ഇന്ന് നിങ്ങളുടെ കല്യാണ ദിവസമാണ്, ഇന്ന് നിങ്ങൾ പുതിയാപ്പിള ചമഞ്ഞൊരുങ്ങി വന്നതാണ്. ശരിയാണ്, പക്ഷേ ഈ മഹത്തായ രാജ്യത്തെ തകർക്കാൻ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആ കടലിൽ നിന്നുകൊണ്ട് ക്രൂരമായ ആക്രമണം കഴിച്ചിടുമ്പോൾ ഞാനെന്ത് പുതിയാപ്പിള, എനിക്കെന്ത് കല്യാണം? അദ്ദേഹം ഓടിപ്പോയി കപ്പലിലേക്ക് എടുത്തു ചാടി എന്ന് മാത്രമല്ല, പറങ്കികളുമായി ഏറ്റുമുട്ടി. അവർ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നു, കരക്കെത്തിച്ചു. പക്ഷേ ചെറുപ്പക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിജയിച്ചു, തിരിച്ചു പോരണം. കുഞ്ഞുമരക്കാർ അവരോട് പറഞ്ഞു, ഇനിയും പട്ടാളക്കാർ അവിടെ അവശേഷിക്കുന്നുണ്ട്, അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഈ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിക്കണം. എനിക്കിനിയും അവരോട് ഏറ്റുമുട്ടേണ്ടതുണ്ട്. വീണ്ടും ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയും ആ കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ കയറി ചെന്ന് ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോ ഒരു പറങ്കിപ്പടയാളി കുഞ്ഞുമരക്കാരനെ വെട്ടി 7 കഷ്ണമാക്കി കളഞ്ഞു.
കല്യാണപ്പുരയിൽ വാർത്ത പരന്നു. കല്യാണപ്പുര ശോകമുഖമാവുകയാണ്. അരി കഴുകിയെടുത്ത്, തക്കാളി മുറിച്ചെടുത്ത്, ഇറച്ചി മുറിച്ചിട്ടെടുത്ത് നവവധു കരയുകയാണ്, ബന്ധുക്കൾ കരയുകയാണ്. പക്ഷെ കുഞ്ഞിമരക്കാരന്റെ ഉമ്മയുടെ കയ്യിൽ ഒരു ടവൽ ചുമന്നിരുന്നു. പോകുന്ന വഴിക്ക് ഉമ്മയോട് സമ്മതം ചോദിച്ചു പോകുമ്പോ ഒരു ടവൽ കൊടുത്തിരുന്നു. ഉമ്മ, ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്ന ഈ രാജ്യത്തെയാണ്, ഈ രാജ്യത്തെ ജനങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ടവൽ ചുമന്ന് കണ്ടാൽ ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ കരുതണം. നമുക്ക് സ്വർഗത്തിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് നിക്കാഹ് ചെയ്ത് മണവാട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഉമ്മയുടെ കയ്യിലുള്ള ടവല് ചുമന്നു കുഞ്ഞുമരക്കാര് മരിച്ചുപോയി. ഇന്ത്യ മഹാരാജ്യത്തെ പോരാട്ട ചരിത്രത്തിൽ ഇങ്ങനെയുള്ളവരുടെ മരണം വളരെ വളരെ അപൂർവമാണ്. എത്രയെത്ര പോരാളികൾ രക്തം ചിന്തിക്കൊണ്ടാണ് ഈ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം. മൗലാന മുഹമ്മദ് അലി ജൗഹർ നമുക്ക് മറക്കാൻ കഴിയാത്ത നേതാവാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അവസാനം തളർന്നപ്പോ ആംബുലൻസിലാണ് പോകുന്നത്. ബക്കിംഹാം കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ കുടുംബക്കാർ വന്നു, അയൽവക്കാർ വന്നു, എല്ലാവരും വന്ന് അങ്ങ് പോകരുത്. പക്ഷെ ഗാന്ധിജി പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അവസാനം ആംബുലൻസിൽ പോയി, ബക്കിംഹാം കൊട്ടാരത്തിൽ പോയി, അവിടുത്തെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ എന്ന് പറഞ്ഞ് പ്രസംഗിക്കവേ ചോര ഛർദിച്ചു മരിച്ചു. ബൈത്തുൽ മുഖദ്ദസിന്റെ തീരത്ത് സ്വതന്ത്രമില്ലാത്ത ഒരു രാജ്യത്ത് എന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യരുതെന്ന വസിയ്യത്ത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ മുഹിബ്ബീങ്ങൾ, അദ്ദേഹത്തിന്റെ വിശുദ്ധ ജനാദ ബൈത്തുൽ മുഖദ്ദസിന്റെ തീരത്തടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചരിത്രമാണ്. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? എല്ലാവരും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി. ഇന്നിപ്പോൾ 75 വർഷം കഴിഞ്ഞപ്പോൾ ഭരണാധികാരികളുടെ കേന്ദ്രത്തിൽ നിന്ന് കേൾക്കുകയാണ്, ദീൻ ദയാൽ ഉപാധ്യായ വാങ്ങിത്തന്ന സ്വതന്ത്ര രാജ്യത്ത് മുസ്ലിങ്ങൾ 2ാം പൗരന്മാരാണ്. അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് പൗരത്വമില്ല, അവരുടെ ശരീഅത്ത് മാറ്റണം തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ, അതിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങേയറ്റത്തെ സൗഹൃദത്തിന്റെ ഒരു ലോകമാണ്. എന്നാൽ അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് 75ാമത്തെ അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത്. അവർക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് കാണുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തെ, മതസ്വാതന്ത്ര്യത്തെ, വിശ്വാസ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ്. അവരുടെ വേഷ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ്. അവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. രാജ്യം ഇവിടെ കുത്തുപാളയെടുക്കുകയാണ്. ഈ രാജ്യത്ത് ദാരിദ്ര്യം കൊണ്ട് 10,000-ങ്ങൾ മരിക്കുകയാണ്. ഇന്നത്തെ പത്രം പോലും, പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം പോലും നമ്മൾ പത്രത്തിൽ വായിച്ചത് എന്താണ്? സവർണന്റെ പാത്രത്തിൽ വെള്ളം കുടിച്ചു പോയത് കൊണ്ട് അവർണനായ വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നിരിക്കുന്ന ഒരു അധ്യാപകൻ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യ എന്നും എങ്ങനെയായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ എങ്ങനെയാണെന്ന് പഠിക്കുമ്പോൾ പഴയകാലത്തെ വൈദേശികന്മാരെക്കാൾ കൂടുതൽ പീഡനം ഇന്നത്തെ സ്വതന്ത്ര രാജ്യത്തെ ഭരണാധികാരികളിൽ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സ്വതന്ത്ര ഭാരതം മരിക്കരുത്, മരീചികയാവരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. സ്വതന്ത്ര ഭാരതം, അതിന്റെ ഭരണഘടന നാനാത്വത്തിൽ ഏകത്വം ലോകോത്തരമാണ്. ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കുമ്പോ നമ്മൾ അഭിമാനത്തോടെ, ഒരു വേള അഹങ്കാരത്തോടെ നമ്മൾ പറയും ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച്. അഭിമാനമല്ല, ഒരു വേള നമുക്ക് അഹങ്കാരമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് സെക്കുലർ സ്റ്റേറ്റ്, അതൊരഭിമാനമാണ്. ഏത് മതവിശ്വാസികൾക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന, ഏത് ആചാരങ്ങളും അനുഷ്ഠിക്കാൻ കഴിയുന്ന, ഏത് ഭക്ഷണവും കഴിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന. ബാബെ സാഹിബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള മഹാന്മാരുടെ ബുദ്ധിയിലും അവരുടെ ദിഷണയിലും രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന, അത് ലോകോത്തര ഭരണഘടനയാണ്. ആ ഭരണഘടനയുള്ള ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് അഭിമാനമാണ്. ആ ഭരണഘടനയെ പോലും അവമതിച്ചുകൊണ്ട്, അതിനെപ്പോലും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് പല സ്വതന്ത്ര നിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല.
നമുക്കറിയാം എത്രയെത്ര ആൾക്കൂട്ട മരണങ്ങൾ ഈ രാജ്യത്തുണ്ടായി. മാംസം തിന്നതിന്റെ പേരിൽ, പശുക്കളുടെ പേരിൽ, പോത്തിറച്ചി തിന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ തിന്നവരെയും തിന്നാത്തവരെയും അടിച്ചു കൊല്ലുകയാണ്. ജുനൈദ് എന്ന ഒരു കുട്ടി, ചെറിയൊരു കുട്ടി, ഹിഫ്ള് പഠിച്ചു, അങ്ങേയറ്റത്തെ പാവപ്പെട്ട കുടുംബം. ആ കുട്ടിക്ക് മാതാവ് ഒരുക്കുകൂട്ടിയ ചെല്ലിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, പെരുന്നാളാണ് വരുന്നത്, കൊണ്ടുപോയിട്ട് നീ പോയിട്ട് എവിടെയെങ്കിലും ചന്തയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങണം. ടെക്സ്റ്റൈൽസിൽ പോയാൽ നിന്റെ ഈ കാശിന് നിനക്ക് ഡ്രസ്സ് വാങ്ങാൻ കഴിയില്ല. പാവപ്പെട്ട കുടുംബമാണ്. ഡൽഹിയിലെ മാർക്കറ്റിൽ അവർ പോയി സന്തോഷത്തോടെ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങി. തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ ചെറിയ കുട്ടിയെ ചവിട്ടി തെച്ച് കൊന്നുകളഞ്ഞിരിക്കുകയാണ്. ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ കുട്ടിയുടെ ജനനേന്ദ്രിയം കാണാനില്ല, ചവിട്ടിത്തേച്ച് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അവിടെ മുഴക്കിയത് ഭാരത് മാതാ കി ജയ് ആണത്രേ. ജാലിയൻ വാലാബാഗിൽ വെടിയേറ്റു മരിക്ക ഇന്ത്യയുടെ പോരാളികൾ മുഴക്കിയ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ഈ അക്രമിക്ക് എന്ത് അവകാശമാണുള്ളത്? ജയ് ഭാരത് മാതാ കി ജയ് വിളിച്ചു. ആ കുട്ടിയെ കൊന്നുകളഞ്ഞതിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥന്മാരാണ് പ്രതികൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണ്. എന്തിനാണ് അവർ കൊന്നത്? എന്തിനു വേണ്ടിയാണ് കൊന്നത്? ആസാമിലെ മൊയ്നുൽ ഹഖ്, ആസാമിലെ ഫരീദ് എന്ന കുട്ടി, 12 വയസ്സുള്ള കുട്ടി, നിരന്തരം അപേക്ഷിച്ച് എങ്ങനെയോ ഒരു ആധാർ കിട്ടി. ആധാർ കിട്ടിയ എന്ന് പറഞ്ഞാൽ കുട്ടിക്കെന്നൊരു സന്തോഷമാണ്, ഒരു ആധാർ. അപ്പൊ ആധാർ കിട്ടാനുള്ള പ്രയാസം എന്തായിരിക്കും ഇവിടെ? ആ ആധാർ കിട്ടിയ സന്തോഷത്തിൽ ആധാറും കീഴ്ശയിലിട്ടുകൊണ്ട് കുട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആധാർ കാണിച്ച് ലോൺ എടുക്കണം, ലോൺ എടുത്ത് എനിക്ക് വിദ്യാഭ്യാസം ചെയ്യണം. സന്തോഷത്തോടെ കുട്ടി പോകുമ്പോഴാണ് നെഞ്ഞത്തേക്ക് പാഞ്ഞു വരുന്നത് വെടിയുണ്ട. ആ കുട്ടി മരിച്ചു വീണു. ആ മയ്യത്ത് കൊണ്ടുവന്ന് കുളിപ്പിക്കുമ്പോ ആ കുട്ടിയുടെ കേശയിൽ ചോര പുരണ്ട ആധാർ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. ആ ആധാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യ സ്വാതന്ത്ര്യമാണോ? ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ടോ? സ്വതന്ത്രമാണോ ഭാരതം എന്ന 12 വയസ്സുള്ള കുട്ടിയുടെ കീശയിലെ ചോര പുരണ്ട ആധാറിന്റെ ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. സ്വതന്ത്ര ഭാരതം മരിക്കരുത്. മൊയ്നുൽ ഹഖ് കൃഷി ചെയ്തു, അതിന്റെ വിളവെടുക്കാൻ മാസങ്ങൾ കഴിയും. അപ്പോഴാണ് രാത്രി വരുന്നത് പോലീസുകാർ, നിങ്ങൾ നാട് വിട്ടു പോകണം. അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾക്കിവിടെ താമസിക്കാൻ അവകാശമില്ല. എന്താ കാരണം? നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. ആഹാ. അപ്പോൾ ഇവർ പറഞ്ഞു, നോക്കി, ഞങ്ങൾ ഈ വിളവെടുത്തോട്ടെ, ഒരു 2 മാസം പറ്റില്ല, നാളെ പോകണം. സാമാന്യ മര്യാദയിൽ ഒരാഴ്ച മുമ്പ് പറയാമായിരുന്നു, പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോഴേക്ക് പെൺകുട്ടികളെയും ചെറിയ കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന പോലീസുകാർ. ഏതൊരു പിതാവിനും ഉണ്ടാകുമല്ലോ ആ സമയത്ത് ഒരു വികാരം. അയാൾ ചോദിച്ചു, നിങ്ങളെന്ത് മനുഷ്യന്മാരാണ്? അപ്പോഴേക്ക് ഇയാൾ രാജ്യവിരുദ്ധനായി, UAPA ആയി, നിയമമായി അടിച്ചോടിക്കുകയാണ്. ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് ഓടുമ്പോ 50ഓളം വരുന്ന പോലീസുകാർ ആ പാവം മനുഷ്യനെ വെടിവെക്കുന്നു, അടിച്ചടിച്ച് കൊല്ലുന്നു. തീർന്നില്ല. ഒരു ഫോട്ടോ ക്യാമറമാൻ അയാ മൃതശരീരത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്തിട്ട് പറയുന്നു, ഭാരത് മാതാ കി ജയ്. നമ്മൾ ഈ മുദ്രാവാക്യത്തെ ഓർക്കുകയാണ്. വൈദേശിക ശക്തികൾ, ബ്രിട്ടീഷുകാരെ, ഡച്ചുകാരെ, പോർച്ചുഗൽക്കാരന്റെ വെടിയുണ്ടയേറ്റപ്പോ ഇന്ത്യക്കാരെ വിളിച്ച മാന്യമായ മുദ്രാവാക്യമാണത്. അത് ഇന്ത്യയിലെ പൗരന്മാരെ കൊന്നൊടുക്കിയിട്ട്, നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട്, പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയിട്ട്, നിഷ്കളങ്കരായ കുട്ടികളെ കൊന്നൊടുക്കിയിട്ട് അവരുടെ നെഞ്ഞത്ത് കയറി ചവിട്ടുന്ന, മൃതശരീരത്തിന്റെ നെഞ്ഞത്ത് കയറി ചവിട്ടുന്ന ക്രൂരത ഒരിക്കലും വൈദേശികന്മാർ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അത്ര വലിയ ക്രൂരത. അവിടെയാണ് അവർ ചോദിക്കുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അവിടെയാണ് നമ്മൾ പറയുന്നത്, സ്വതന്ത്ര ഭാരതം മരിക്കരുത്. ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അമൂല്യമാണ്. അതിവിടെ നിലനിൽക്കണം. അത് നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. പാശ്ചാത്യൻ ഈ രാജ്യം വിട്ടേച്ചു പോകുമ്പോ അവനുണ്ടാക്കിയൊരു ഹെഡേക്കുണ്ട്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം, ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നം. അത് അവനുണ്ടാക്കിയൊരു തലവേദനയാണ്. എന്നാലേ ഈ രാജ്യം തകരുള്ളൂ. 75 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന എങ്ങനെയാണ്? രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? രാജ്യത്തിന്റെ തൊഴിൽ മേഖല എങ്ങനെയാണ്? രാജ്യത്തിന്റെ നിർമ്മാണ മേഖല എങ്ങനെയാണ്? പരിശോധിച്ചു നോക്കൂ. നമ്മൾ നാണം കെട്ട് തല താഴ്ത്തും. 75 വർഷം കഴിഞ്ഞു. എന്നാൽ ജപ്പാനെ നിങ്ങൾ നോക്കൂ,
ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ട് ലക്ഷങ്ങളെ കൊന്നു, തലമുറകളോളം അംഗവൈകല്യം സൃഷ്ടിച്ചു. അതിന്റെ ദുരന്തം അവരിന്നും അനുഭവിക്കുന്നു. പക്ഷേ ജപ്പാൻ ലോകത്ത് അത്ഭുതമാണ്. ഏത് മാർക്കറ്റിൽ പോയാലും മേഡ് ഇൻ ജപ്പാൻ എല്ലാവർക്കും അംഗീകാരമാണ്. മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ചൈന എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ര വിശ്വാസമാവില്ല. മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ജപ്പാൻ, അതിന് വലിയ ഡിമാൻഡാണ്. എന്തുകൊണ്ട് ജപ്പാൻ ഉയർന്നു? ജപ്പാനിനെ കുറിച്ച് വായിച്ചപ്പോ അവിടുത്തെ ജനങ്ങളിൽ കക്ഷിത്വമില്ല, അവർ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അവിടെ ധ്രുവീകരണമില്ല. നമ്മുടെ നാട്ടിൽ അവരുണ്ടാക്കിയത് ഭാഷാഭ്രാന്ത്, മതഭ്രാന്ത്, പ്രാദേശിക ഭ്രാന്ത്. ഈ ഭ്രാന്തന്മാരെല്ലാവരും കൂടി ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പാശ്ചാത്യന്മാർ ഉദ്ദേശിച്ചതുമാണ്. എന്നാൽ ജപ്പാനിൽ അതുണ്ടായില്ല. ജപ്പാനിലെ തൊഴിലാളികളുടെ സമരം പോലും അത്ഭുതമാണ്. ജപ്പാനിൽ തൊഴിലാളികളും മുതലാളികളും തമ്മിൽ പ്രശ്നമുണ്ടായി. ഒരു ചെരുപ്പ് കമ്പനിയിൽ എന്തായിരുന്നു അവരുടെ സമരരീതി? അവർ ആലോചിച്ചെടുത്ത തീരുമാനം, ഒരു ചെരുപ്പേ ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ, ഒരു കാലിന്റെ ചെരുപ്പ്. മറ്റേ ചെരുപ്പ് ഉണ്ടാക്കിയില്ല. കമ്പനി മുതലാളി കുടുങ്ങി. ഇത് മാർക്കറ്റിൽ ചെലവാകില്ലല്ലോ. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു, മറ്റേ കാലിന്റെ ചെരുപ്പ് ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ സമരമോ? മുതലാളിയോട് ഒന്നോ രണ്ടോ വാണിംഗ് കൊടുക്കും, അംഗീകരിച്ചില്ലെങ്കിൽ നശീകരണം, കത്തിച്ചു കളിയ, തകർത്ത് കളിയ, നശീകരണം. അതുകൊണ്ട് ഈ രാജ്യം ആ ഒരു വഴിക്ക് പോകുന്നു. ജപ്പാൻ ഉയർന്നു നിൽക്കുന്നു. ഈ രാജ്യത്തിന്റെ തകർച്ചയുടെ, അല്ലെങ്കിൽ ഈ രാജ്യം പുരോഗമിക്കാത്തതിന്റെ ഈ വിഭവം, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ വിഭവ സമൃദ്ധമാണ്. മാൻ പവർ ലോകോത്തരമാണ്. വിഭവ സമൃദ്ധി. വെറ്റില നൽകുന്ന ആസാം, ഗോതമ്പ് നൽകുന്ന പഞ്ചാബ്, ആപ്പിൾ നൽകുന്ന കശ്മീർ, തേങ്ങ വിളയുന്ന കേരളം, ഈ അഖണ്ഡ ഭാരതം വിഭവ സമൃദ്ധമാണ്, മഹാത്ഭുതമാണ്, എല്ലാ നിലക്കും ദൈവാനുഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു രാജ്യം എന്തേ ഇന്ന് ലോക ഭൂപടത്തിൽ പുറകോട്ട് പോകുന്നു? വൈദേശികന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭിന്നിപ്പാണ്, ഈ ഹെഡേക്ക്, ഈ തലവേദന, മജോറിറ്റി ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം, അത് വളർത്തിക്കൊണ്ടുവന്നു ഇന്ത്യയിലെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ആളുകൾ. ഞാൻ ഓർക്കുന്നു ഒരു പ്രസ്താവന, നരേന്ദ്രമോദി ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രതിജ്ഞ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ ഒരു പ്രസ്താവന എന്തായിരുന്നു? അന്നത്തെ രാത്രി പിറ്റേന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇനി പലർക്കും ഉറക്കം വരാത്ത രാവാണ്. സത്യത്തിൽ പ്രധാനമന്ത്രി പറയേണ്ടത് എന്താ? സ്വസ്ഥമായി നാട്ടുകാരെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കും, നിങ്ങൾക്ക് നമ്മൾ സംരക്ഷണം നൽകും എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം പറഞ്ഞു, ഇനി പലരെയും ഉറക്കം നഷ്ടപ്പെടും. അന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന പിറ്റേന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു. എന്തായിരുന്നു ആ പ്രസ്താവന? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അവസാന രാവാണിന്ന്. ഞാൻ ആ രണ്ട് പ്രസ്താവനയും വായിച്ചപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞത് അതേപോലെ ചെയ്തു. പലരെയും ഉറക്കം നഷ്ടപ്പെടുത്തി. ആദ്യമായി നോട്ട് നിരോധിച്ചു. നോട്ട് നിരോധിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് നൂറുകണക്കിന് പാവം മനുഷ്യന്മാർ കുഴഞ്ഞു വീണ് മരിച്ചു. പലരുടെയും ഉറക്കം നഷ്ടപ്പെടും എന്നൊരു പ്രധാനമന്ത്രി. ഈ രാജ്യം മുന്നോട്ട് പോകുന്നു. പണ്ഡിറ്റ് നെഹ്റു ഭരിച്ച രാജ്യമാണിത്. നമ്മൾ ഓർക്കണം, ലോകം കണ്ട ഏറ്റവും നല്ല ഒരു രാജ്യത്തിന്റെ നായകൻ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ചേരിചേര പ്രസ്ഥാനത്തിന്റെ നായകൻ, ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ജനാധിപത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനമായ പണ്ഡിറ്റ് നെഹ്റു ഇരുന്ന സീറ്റിലിരുന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ. അത്ഭുതം തോന്നുകയാണ്. ഇപ്പോ 2-3 ദിവസം സ്വാതന്ത്ര്യ പതാക ഉയർത്തിക്കെട്ടാനും സ്വാതന്ത്ര്യ പതാകയുടെ മഹത്വം പറയാനും വന്നിരിക്കുകയാണ്. വൈദേശികന്മാരോട് മാപ്പ് എഴുതി കൊടുത്തിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുകയും ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയെ അവമതിക്കുകയും ഈ സ്വതന്ത്ര പതാക വെറും തുണിക്കഷ്ണം മാത്രമാണെന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പതാകയെ വാഴ്ത്തി പറയുമ്പോൾ വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോന്നുകയാണ്. നല്ല വഴിക്ക് വരുന്നത് വളരെ സന്തോഷമാണ്. പക്ഷേ ഈ ഭരണാധികാരികൾ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജീവിക്കാനുള്ള അവകാശം, അവന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആർക്കും അത് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നിൽക്കുകയും രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളിയാവുകയും ചെയ്ത മുസൽമാൻ, അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അവരുടെ നേതാക്കളായിരുന്നു ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മക്കയും മദീനയുമുള്ള സൗദി അറേബ്യയാണ് ഇന്ത്യക്കെതിരെ വരുന്നതെങ്കിൽ പോലും ആ സൗദിക്കെതിരെ വിരമാറ് കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കാൻ ഞാനും എന്റെ സമുദായവും തയ്യാറാണെന്ന് ഈ കൊയിലാണ്ടിയിലെ ബാഫഖി തങ്ങൾ പ്രഖ്യാപിച്ചത്
നമുക്ക് ഓർമ്മയുണ്ട്. ചരിത്രത്തിൽ അത് രേഖപ്പെട്ട് കിടക്കുകയാണ്, നിഷേധിക്കാൻ കഴിയില്ല. ആ ബാഫക്ക് തങ്ങൾ നയിച്ച ഈ സമുദായം, അവരുടെ പ്രിയപ്പെട്ട സംഘടന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായിട്ടുള്ള സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘം എന്നും വർഗീയതക്കെതിരാണ്, തീവ്രവാദത്തിനെതിരാണ്. കാരണം അത് രണ്ടും ഇവിടെ ഉണ്ടായാൽ രാജ്യം തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്, അതിന്റെ പുരോഗതിക്ക് പോരലേൽപ്പിക്കുന്ന ഒരു ചെറിയ വിഷയം പോലും നമ്മുടെ ആലിമീങ്ങൾ അനുവദിക്കാറില്ല. ആ രീതിയിലാണ് അനുയായികളെ സമത്വയുടെ ആലിമീങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വരക്കൽ മുല്ലക്കോ തങ്ങൾ മുതൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയുള്ള അതിന്റെ നേതാക്കന്മാർ ഈ സമുദായത്തെ നയിച്ചിട്ടുള്ളത് അതേ റൂട്ടിലാണ്. നമുക്കറിയാം, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. രാജ്യത്ത് സൗഹൃദവും ശാന്തിയും നിലനിൽക്കണം, അപ്പോഴേ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയമായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവിടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഏറ്റവും മൂല്യത്തോടു കൂടി കാണുന്ന, അതിനെ ബഹുമാനത്തോടു കൂടി കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനൊരു സംഘം നടത്താൻ SYS മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മളുടെ സൗഹൃദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇക്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മദ്ഹബുൻ നഹീം സിഖാത ആബസ് മേ മേം ബൈർ രഖന ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര ഹമാര. ആ ഇന്ത്യ ഓരോ മുസൽമാനും, ഓരോ ഹിന്ദുവും, ഓരോ ക്രിസ്ത്യാനിയും, ഒരു മതമുള്ളവനും മതമില്ലാത്തവനും, ഭാരതം പൂങ്കാവനം, നമ്മളോരപ്പാടികൾ, ഒരമ്മ പറ്റ മക്കളെപ്പോലൊരുമയിൽ കഴിയേണ്ടവർ. ഹിന്ദു രാജ്യമല്ല, മുസ്ലിം രാജ്യമല്ല ഭാരതം, സിഖ് ക്രൈസ്തവന്റെതല്ല ഭാരതം, മതേതരം ഭാരതം, മതേതരം ഭാരതം, മതേതരം. ഖുർആൻ, ഗീത, ബൈബിളിന്റെ മന്ത്രധ്വനികൾ ഉയരണം, വാങ്കുലിയും ശങ്കുലിയും മണിയടിയും ഉയരണം. അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് സമസ്ത ആഗ്രഹിക്കുന്നത്. എല്ലാ മതങ്ങളും, എല്ലാ വിശ്വാചാചാരങ്ങളും, മതമില്ലാത്തവർ അങ്ങനെ എല്ലാം നിലനിൽക്കുന്ന ഒരു പൂങ്കാവനം, അതാണ് മദ്ഹബുൻ നഹീം സിഖാത ബസ് മേ മേം ബൈർ രഖന ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര ഹമാര. അങ്ങനെയുള്ള ഒരു മഹത്തായ രാജ്യം ഇവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ഏറ്റവും ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SYSന് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്വതന്ത്ര നിഷേധത്തിനെതിരെ SYS ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാഷ്ട്രരക്ഷാ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിന് ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സംഗമത്തിലൂടെ നമ്മളിവിടെ ഒരു പ്രതിജ്ഞ ചെയ്യും. അതേപോലെ തന്നെ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രഭാഷണം ഉണ്ടാകുന്നു. എല്ലാം ജനാധിപത്യവും മതേതരത്വവും ഇവിടെ നിലനിൽക്കണമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ്. ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് പോലും നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തോടോ ഭരണാധികാരികളോടോ വേറൊരു തരത്തിലും അസൂയുണ്ടായതുകൊണ്ടല്ല, അവരുടെ തിന്മകൾക്കെതിരെ, അവർ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കാനാണ് ഈ രാഷ്ട്രരക്ഷാ സംഗമമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ VD സതീശൻ സാർ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മറ്റു നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ സുദീർഘമാക്കുന്നില്ല. നമുക്കറിയാം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹത്തായിട്ടുള്ള വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് SYSന്റെ സംസ്ഥാന സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ അവർകളാണ്. തങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായിട്ടുള്ള രാഷ്ട്രരക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ അഭിമാനമായ, നമുക്ക് പ്രതീക്ഷ നൽകുന്ന VD സതീശനെതിരെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം,
പക്ഷേ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അത്രമേൽ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ വി ഡി സതീശൻ. എന്ത് ആരോപണവും ഉന്നയിക്കാം, എന്തും ഉന്നയിച്ചോളൂ, പക്ഷെ വർഗീയവാദി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയില്ല. അത്രമേൽ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഫലസ്തീനുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ അറിഞ്ഞത്. കേവലം ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, നല്ല അറിവുള്ള, പാണ്ഡിത്യമുള്ള, ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ള, താൻ മത്സരിക്കുന്ന കാലത്ത് ഇന്നലെ നാസർ ഫൈസി എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി അഭിമാനത്തോടുകൂടി, വർഗീയവാദികളുടെ ഒരു വോട്ടും എനിക്ക് വേണ്ട എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ള വി ഡി സതീശൻ സാർ. ഞാൻ അദ്ദേഹത്തിന്റെ സമയത്തെ വിലമതിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എല്ലാ ആദരവോടെയും ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായിട്ടുള്ള സദസ്സിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ബഹുമാന്യനായ TPC തങ്ങളാണ്, നമ്മുടെ അഭിനന്ദനായിട്ടുള്ള അധ്യക്ഷൻ. തങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ദേശഭക്തി ഗാനം പാടുന്ന ഐനുൽഹുദ വിദ്യാർത്ഥികൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ എളമരം കരീം MP. പാർലമെന്റിന്റെ അകത്തും പുറത്തും എന്തൊക്കെ രാഷ്ട്രീയ വിയോജിപ്പ് നമുക്കുണ്ടെങ്കിലും വർഗീയതക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്നതിൽ മുന്നണി പോരാളിയാണ് ശ്രീ എളമരം കരീം MP. അദ്ദേഹം ഏക സിവിൽ കോഡ് വരുന്നതിനെതിരെയൊക്കെ അതിശക്തമായി തന്നെ ഈ വർഗീയവാദികൾക്കെതിരെ മുമ്പിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ പ്രസംഗിക്കുന്ന KM ഷാജി മുൻ MLA. നമുക്കെല്ലാം അറിയാം, വർഗീയതക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും അതിശക്തമായിട്ടുള്ള വാഗ്ധോരണികൾ ഉയർത്തിവിടുകയും സ്റ്റേജിലും പേജിലും ഗ്രൗണ്ടിലുമെല്ലാം തന്നെ വർഗീയതക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും നിലകൊള്ളുകയും ചെയ്യുന്ന ബഹുമാന്യനായ KM ഷാജി സാഹിബ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ബഹുമാന്യനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ്, അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ബഹുമാന്യനായ നമ്മുടെ SYSന്റെ സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനുമായ നാസർ ഫൈസി കൂടത്തായി, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലെ APP തങ്ങൾ, PKK ബാവ സാഹിബ്, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, TK ചന്ദ്രൻ, മുസ്തഫ മുണ്ടുപാറ, അബ്ദുൾ റസാഖ് ബുസ്താനി, OP അഷ്റഫ്, ഇണ്ടിച്ചിക്കോയ, TT ഇസ്മായിൽ, സമദ് പൂക്കാട്, അബ്ദുൽ ലത്തീഫ് കുട്ടമ്പൂർ, അൻസാർ കൊല്ലം, മുസ്തഫ ദാരിമി കാപ്പാട്, അതോടൊപ്പം തന്നെ സമസ്ത ബഷീറാജി കരീറ്റിപ്പറമ്പ്, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും, ഒരുപാട് ആളുകളുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെയും നേതാക്കളൊക്കെ സമയത്തെക്കുറിച്ച് കൂടുതൽ ബോധവാനായതുകൊണ്ടും ഞാൻ എല്ലാവരെയും ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സംഗമം വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എന്റെ സഹപ്രവർത്തകരെയും ശ്രോതാക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ സൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.